ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫയർഫോഴ്സ് എന്ന ആനിമി സീരീസിന്റെ സീസൺ 1 എപ്പിസോഡ് 2 ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ടാർഗറ്റ് ഉണ്ട്. 500 ലൈക്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. ഈ വീഡിയോക്ക് 500 ലൈക്സ് ആകുന്നു അപ്പോൾ നമ്മൾ 3rd എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മരണത്തിന് പല വഴികളുമുണ്ട്. പ്രായമായി മരിക്കുക, അസുഖം ബാധിച്ച് മരിക്കുക, സൂയിസൈഡായി മരിക്കുക, ആൻഡ് ഇനിയും ഒരുപാടുണ്ട്. ഈ നീണ്ട ലിസ്റ്റിൽ ആളുകൾ കൂടുതൽ ഭയപ്പെടുന്നത് ഫയർ കാരണം മരിക്കുന്നതാണ്. ഇവിടെ ഒരു പയ്യൻ ഫയർഫോഴ്സ് കമ്പനി 8 നോക്കി, ഓ ഇതാണോ എന്റെ കാസിൽ? ഇവിടെ ഷിൻഡ്ര ക്യാപ്റ്റനോട് റൂക്കി ഫയർ സോൾജേഴ്സ് ഗെയിം എന്താണെന്ന് ചോദിക്കുന്നു. എല്ലാ ഫയർഫോഴ്സ് കമ്പനിയിൽ നിന്നും പുതുതായി ജോയിൻ ചെയ്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത്. ഈ ടൂർണമെന്റിൽ പുതുതായി ജോയിൻ ചെയ്ത ആളുകൾ അവരുടെ സ്കിൽസ് എന്താണെന്ന് കാണിക്കണം. നമ്മുടെ കമ്പനിയിൽ നിന്ന് നീയും മറ്റൊരു പുതിയ റിക്രൂട്ടുമാണ് ഈ ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഇത് കേട്ട് ഷിൻഡ്ര, ഇനി ഒരാൾ കൂടി വരാനുണ്ടോ? ഹേ ക്യാപ്റ്റൻ, ഈ ഗെയിംസിൽ ഞങ്ങൾ റൂക്കീസ് അല്ലാതെ മറ്റ് ഫയർ സോൾജേഴ്സ് ഉണ്ടാകുമോ? ഞാൻ നിന്നെ ചീർ ചെയ്യാൻ അവിടെ ഉണ്ടാകും. ദെൻ അവിടെ നിന്ന് വരുന്ന ഷിൻഡ്ര തന്റെ പാസിനെ പറ്റി ആലോചിക്കുന്നു. മേ ബി വേറെ കമ്പനിയിലെ ആർക്കെങ്കിലും ആ ഫയറിനെ പറ്റി അറിയാമായിരിക്കും. ഇങ്ങനെ ഇരിക്കെ നമ്മൾ മുമ്പ് കണ്ട പയ്യൻ അവിടെ വരുന്നു. ഓ ഡെവിൽ, നിന്നെ ഞാൻ ഒരിക്കലും കാണില്ല എന്നാ വിചാരിച്ചത്. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഡെവിലിനെ ഇല്ലാതാക്കാൻ വന്നതാണ്. ഇത് കേട്ട് ഷിൻഡ്ര ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഇവിടെ മാക്കി തന്റെ പവർ യൂസ് ചെയ്ത് ഫയറിനെ ജീവൻ കൊടുക്കുന്നു. ഇത് കണ്ട് സിസ്റ്റർ, മാക്കി ഇത് വളരെ കൂളാണ്. ഇത് കേട്ട് മാക്കി, നീ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബട്ട് ഞാൻ വെറും ഒരു സെക്കൻഡ് ജനറേഷൻ ആണ്. ഞാനും ഷിൻഡ്രയെ പോലെ ഒരു 3rd ജനറേഷൻ ആണെങ്കിൽ എനിക്ക് അഡീഷണൽ ആയി ഒരു ടൂൾസും യൂസ് ചെയ്യാതെ ഫയർ ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ പറയുമ്പോൾ ഐറിസ് ഫയർ കൊണ്ട് നിർമ്മിച്ച പൂക്കൾ ആലോചിച്ച് ആ ഫയറിനെ തൊടാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് മാക്കി, ഐറിസ് അത് ഫയർ ആണ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഷിൻഡ്രയും മുമ്പ് കണ്ട പയ്യനും ഫൈറ്റ് ചെയ്ത് വരുന്നു. ഇത് കണ്ട് മാക്കി, വെയിറ്റ്, നീ ആരാണ്? എന്റെ പേര് ആർതർ ബോയിൽ, ദി നൈറ്റ് കിങ്. നീയാണോ ഈ കാസലിലെ പ്രിൻസസ്? ഇത് കേട്ട് മാക്കിക്ക് നാണമാകുന്നു. ഓ അവൻ നീയാണോ ഇന്ന് ജോയിൻ ചെയ്തിരുന്ന 3rd ജനറേഷൻ ഫയർ സോൾജർ? ഷിൻഡ്ര, നിനക്ക് ഇവനെ അറിയാമോ? ഇത് കേട്ട് ഷിൻഡ്ര, ഞങ്ങൾ രണ്ടുപേരും അക്കാഡമിയിൽ ഒരുമിച്ചായിരുന്നു. ഇവന്റെ പേര് നൈറ്റ് എന്നാണ്, ബട്ട് അതിൽ അവൻ കിങ് എന്ന് ആഡ് ചെയ്തു. ഇവൻ എന്തൊരു ലൂസറാണ്. കാരണം ആരെങ്കിലും സ്വന്തമായി കിങ് എന്ന് പറയുമോ? ഇവൻ എല്ലാ സമയവും കൂളായി ആക്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇവനൊരു മരമണ്ടനാണ്. ബട്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗേൾസ് കരുതുന്നത് അവൻ വളരെ കൂളാണെന്നാണ്. ഇത് കേട്ട് മാക്കിയും അവൻ വളരെ കൂളാണെന്ന് പറയുന്നു. ഇത് കേട്ട് ആർതർ, കാരണം നൈറ്റ് വളരെയധികം കൂളാണ്, ബട്ട് അവൻ കിങ് എന്ന് പറയാൻ വിട്ടുപോയി. ഇത് ഷിൻഡ്ര നോട്ടീസ് ചെയ്യുന്നു. അപ്പൊ തന്നെ നൈറ്റ് കിങ് വളരെയധികം കൂളാണെന്ന് ആർതർ പറയുന്നു. ഇത് കേട്ട് സിസ്റ്റർ ഐറിസ്, ഷിൻഡ്ര നീയും വളരെ കൂളാണ്. ഇങ്ങനെ അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോൾ അവിടെ ഹീനവ വരുന്നു. മാക്കി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഹീനവയോട് പറയുന്നു. അപ്പൊ മാക്കി മുമ്പ് ഉണ്ടാക്കിയ ഫയർ ശബ്ദമുണ്ടാക്കുന്നത് കണ്ട് ഹീനവ തന്റെ കോഫി എടുത്ത് അതിന്റെ മുകളിൽ വെച്ച് അതിനെ ഇല്ലാതാക്കുന്നു. ഇതിന് മാക്കിയോട് പറയുന്നു, ഫയർ സോൾജേഴ്സ് ഫയർ ഉപയോഗിച്ച് കളിക്കാറില്ല. നീയാണോ ആർതർ ബോയിൽ? നിങ്ങളോട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആർതർ ഹീനവക്ക് കാര്യമായ റെസ്പെക്ട് ഒന്നും തന്നെ കൊടുക്കാതെയാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട് ബാക്കിയുള്ളവർ ഒരു ഭാഗത്ത് മാറി നിന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഹീനവ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അത് വിട്ടുകളയുന്നു. ഇത് കണ്ട് ബാക്കിയുള്ളവർ ഷോക്ക് ആവുന്നു. ദെൻ ഹീനവ പറയുന്നു, റൂക്കി ഗെയിംസ് വരാൻ പോവുകയാണ്. സോ എനിക്ക് നിങ്ങളുടെ പവർ എന്താണെന്ന് കാണണം. മാക്കി, നീ ഇവർ രണ്ടുപേരുമായി ഫൈറ്റ് ചെയ്യണം. ഇത് കേട്ട് മാക്കി, സാർ നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് മാക്കി ചോദിക്കുന്നു. നീ ഇവിടെ മാക്കി എന്ന പേരിൽ വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇത് കേട്ട് മാക്കി പേടിച്ചു പോകുന്നു. ദെൻ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇത് കണ്ട് സിസ്റ്റർ ഐറിസ്, നിങ്ങൾക്ക് ഉറപ്പാണോ മാക്കിക്ക് 2 3rd ജനറേഷനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന്? ഇത് കേട്ട് ഹീനവ, അത് വലിയ പ്രശ്നമൊന്നുമല്ല. മാക്കി ഒരു എക്സ് മിലിറ്ററി ഓഫീസറാണ്. സോ അവൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ നന്നായി അറിയാം. അങ്ങനെ ഫൈറ്റ് ആരംഭിക്കുന്നു. മാക്കി ഷിൻഡ്രയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇത് കണ്ട് ഷിൻഡ്ര തന്റെ ഫയർ ഉപയോഗിച്ച് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അപ്പൊ മാക്കി തന്റെ പവർ യൂസ് ചെയ്ത് ഷിൻഡ്രയുടെ ഫയർ ഇല്ലാതെയാക്കുന്നു. ദെൻ താഴേക്ക് വീഴുന്ന ഷിൻഡ്രയെ അവൾ തള്ളി മാറ്റുന്നു. ഇത് കാരണം ഷിൻഡ്ര ആ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. കറക്റ്റ് ടൈം തന്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നു. ഇത് കണ്ട് ഹീനവ, ഷിൻഡ്രക്ക് നല്ല പവർ ഉണ്ട്, ബട്ട് അവൻ കരുതുന്നത് 3rd ജനറേഷന്റെ പവർ ഉപയോഗിച്ച് ആരോട് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാമെന്നാണ്. മാക്കിയെ നോക്കി ആർതർ, ഷിൻഡ്രയോട് ഫൈറ്റ് ചെയ്തതുപോലെ അത്ര ഈസി അല്ല എന്നോട് ഫൈറ്റ് ചെയ്യുക എന്നത്. ദെൻ തന്റെ പവർ ഉപയോഗിച്ച് ആർതർ ഒരു സോഡ് ഉണ്ടാക്കുന്നു. അതിനെ അവൻ വിളിക്കുന്നത് എക്സ്കാലിബർ എന്നാണ്. ഇങ്ങനെ അവർ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ മാക്കി മുമ്പ് ഷിൻഡ്രയുടെ ഫയർ ഇല്ലാതാക്കിയതുപോലെ എക്സ്കാലിബറിന്റെ പവറും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ബട്ട് അതിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇത് കണ്ട് ഹീനവ, അപ്പൊ ഇതൊരു പ്ലാസ്മ കട്ടറാണോ? എക്സ്കാലിബർ ഷിൻഡ്രയുടെ ഫയർ പോലെയല്ല, ഇതിന്റെ സ്പാർക്ക് നിനക്ക് അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആർതർ മാക്കിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. മാക്കി തന്റെ ഫിസിക്കൽ പവർ ഉപയോഗിച്ച് അവനെ അടിക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, ഇത് നീ ലൂട്ടനന്റിനോട് മോശമായി സംസാരിച്ചതിന്റെ ശിക്ഷയാണ്. ഇത് കേട്ട് ആർതർ, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നീ ഒരു പ്രിൻസസ് ഒന്നുമല്ല. ഇത് കേട്ട് മാക്കി ദേഷ്യത്തിൽ, നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ ഗൊറില്ല എന്ന് വിളിക്കും? ഞാൻ നിന്നെ എപ്പോഴാ ഗൊറില്ല എന്ന് വിളിച്ചത്? നിനക്ക് ഹ്യൂമൻസിന്റെ ഭാഷ മനസ്സിലാകില്ലേ? അപ്പൊ അവിടെ ഷിൻഡ്ര വരുന്നു. മാക്കിയുടെ ഫേസ് കണ്ട് ഷിൻഡ്ര, നിന്റെ ഫേസിന് എന്ത് പറ്റി? ഇത് കേട്ട് നീയും തുടങ്ങിയോ ഷിൻഡ്ര എന്ന് പറഞ്ഞു മാക്കി അവർ രണ്ടുപേരുടെ ഫയറും ചേഞ്ച് ചെയ്ത് മാക്കി മുമ്പുണ്ടാക്കിയ ഫയർ ആക്കി മാറ്റുന്നു. അതിനെ അവൾ വിളിക്കുന്നത് സ്പട്ടർ എന്നാണ്. ദെൻ മാക്കി അവർ രണ്ടുപേരുടെ ഫയറും ഒന്നാക്കി ഒരു വലിയ ഫയർ ഉണ്ടാക്കുന്നു.
അതിനെ ബോബോബു എന്നാണ് അവൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഫൈറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണോ? ഇങ്ങനെ ഇവർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഹീനവ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ആ ബോബോബയെ ഇല്ലാതെയാക്കുന്നു. അങ്ങനെ ഫൈറ്റ് ഒക്കെ അവസാനിച്ചു. ഇപ്പൊ അവർ രണ്ടുപേരും ക്യാപ്റ്റൻ ഓബിക്കൊപ്പം റാമൻ കഴിക്കുകയാണ്. അവിടെ വെച്ചും ആരാദ്യം റാമൻ കഴിക്കുമെന്ന് അവർ നോക്കുന്നു. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ അവിടെ നിന്ന് സംസാരിച്ചു വരുമ്പോൾ ഷിൻറ തന്റെ മനസ്സിൽ പറയുന്നു, ക്യാപ്റ്റൻ ഓബി വളരെ കൂളാണ്, ഇദ്ദേഹത്തിന് ദേഷ്യം വരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെ ഇവൻ ഇത് ആലോചിച്ചു വരുമ്പോൾ പെട്ടെന്ന് ക്യാപ്റ്റൻ ഓബി ഷിൻറ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. ദെൻ ക്യാപ്റ്റൻ പറയുന്നു, ഫുഡ് കഴിച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, സോ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ഓഫീസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ ഷിൻറ ഗൺ പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആക്സ് ട്രൈ ചെയ്യുകയാണ്. ഇത് കണ്ട് ആർദർ, എനിക്ക് വേറെ വെപ്പൺസിന്റെ ആവശ്യമില്ല, കാരണം എന്റെ കയ്യിൽ എക്സ്കാലിബർ ഉണ്ട്. ഇത് കേട്ട് ഹീനവ, നിന്റെ 3rd ജനറേഷൻ ഫയർ കൺവേർട്ട് ചെയ്താണ് നീ ആ മൂർച്ചയേറിയ ബ്ലേഡ് നിർമ്മിച്ചത്. ദെൻ ക്യാപ്റ്റൻ പറയുന്നു, എനിക്ക് നിങ്ങളെപ്പോലെ പവർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും ഗിയേഴ്സ് ഉപയോഗിക്കണം, ആൻഡ് അതിന് ഏകദേശം 30 കിലോ വെയിറ്റ് ഉണ്ട്. നമ്മുടെ കമ്പനിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേറെ എഞ്ചിനീയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ ജോലിയും ഹീനവയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് ഹീനവ, എനിക്കിത് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു. ഇങ്ങനെ ഇരിക്കെ അലാറം റിംഗ് ചെയ്യുന്നു. അപ്പോൾ അവിടെ മാക്കി വരുന്നു. ഇരിയ ഡിസ്ട്രിക്റ്റിലെ ടൈറ്റ്കുയിൽ ഒരാൾ ഇൻഫേണലായി മാറിയിട്ടുണ്ട്. ഇൻഫേണലുള്ളത് ഇപ്പോൾ ഒരു വീട്ടിലാണ്. അതിന്റെ അടുത്ത് ധാരാളം വീടുകൾ വേറെയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയി വേണം അറ്റാക്ക് ചെയ്യാൻ. ഷിൻറ, ഇതൊക്കെ കൊണ്ട് തന്നെ നിന്റെ പവർ നിനക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് നീ ഈ ആക്സ് യൂസ് ചെയ്തു. ദെൻ ക്യാപ്റ്റൻ എല്ലാവരോടും അവരവരുടെ വെപ്പൺസ് കോട്ടിനകത്ത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറയുന്നു. ഒരു കാരണവശാലും പബ്ലിക് അത് കാണാൻ പാടില്ല. അങ്ങനെ അവർ ആ ഇൻഫേണലുള്ള സ്ഥലത്തെത്തുന്നു. ബട്ട് അവിടെ കാര്യമായ ഫയറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഇപ്പൊ ഇൻഫേണലായി മാറിയ വ്യക്തിയുടെ മകൾ ഇരുന്ന് കരയുന്നുണ്ട്. ആദ്യം അമ്മ, ഇപ്പൊ അച്ഛൻ, ഇനി അടുത്തത് ഞാനാണോ? ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇത് കണ്ട് ക്യാപ്റ്റൻ, അവളുടെ അമ്മ 2 വർഷം മുമ്പ് ഇൻഫേണലായി മാറിയിരുന്നു, ആൻഡ് ഇപ്പൊ അവൾക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. ഇത് പറഞ്ഞ് ക്യാപ്റ്റൻ അകത്തേക്ക് പോകാമെന്ന് പറയുന്നു. അപ്പൊ ഷിൻറയും ആർദറും തങ്ങളുടെ വെപ്പൺസ് പുറത്തെടുക്കുന്നു. ഇത് കണ്ട് ക്യാപ്റ്റൻ രണ്ടുപേരെയും വിളിച്ച് സംസാരിക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് വെപ്പൺസ് പുറത്തെടുക്കരുതെന്ന്. ഇത് കേട്ട് ആർദർ, ബട്ട് അങ്ങനെ ചെയ്യണമെന്ന് എവിടെയും പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്നും വെപ്പൺസ് ഹൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്തിന് എന്റെ വെപ്പൺ ഹൈഡ് ചെയ്യണം? എക്സ്കാലിബർ എന്റെ പ്രൈഡാണ്. ഇത് കേട്ട് ക്യാപ്റ്റൻ, ഫയർ സോൾജേഴ്സ് എന്ന നിലയിൽ നമ്മുടെ ഡ്യൂട്ടി ഇൻഫേണൽസിനെ ഇല്ലാതെയാക്കി അവരുടെ സോളിന് ശാന്തി നൽകുകയാണ്. എല്ലാ ഇൻഫേണൽസും മുമ്പ് ഹ്യൂമൻസ് ആയിരുന്നു. നമ്മൾ പറയുന്നത് അവർക്ക് ശാന്തി നൽകുമെന്നാണ്, ബട്ട് യഥാർത്ഥത്തിൽ നമ്മൾ അവരെ കൊന്നു കളയുകയാണ്. ഇത് കേട്ട് രണ്ടുപേരും ഷോക്ക് ആവുന്നു. ദെൻ ക്യാപ്റ്റൻ പറയുന്നു, ഫയർഫോഴ്സിൽ ഇൻഫേണൽസിനെ കൊന്ന് ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട്, ബട്ട് അവർ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ കൊന്നു കളയുന്ന ആളുകൾ ആരുടെയോ അച്ഛനോ അമ്മയോ ഭാര്യയോ ആണ്. സോ നിങ്ങളുടെ വെപ്പൺസ് അവർ കാണാനിടയാവരുത്. നിങ്ങൾ എന്റെ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ എന്റെ ടീമിൽ ആവശ്യമില്ല. ഇത് കേട്ട് ഷിൻറക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു. അപ്പോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു വ്യക്തി തന്റെ കയ്യിലുണ്ടായിരുന്ന ആഷസ് താഴെയിടുന്നു. അപ്പൊ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഇത് കണ്ട് ഷിൻറ, ഇതാ ഇൻഫേണൽ ചെയ്തതാണോ? ഇത് കേട്ട് ക്യാപ്റ്റൻ, ഈ ഫയർ നമ്മളെയാണ് നോക്കുന്നത്. ഇൻഫേണലിന് യാതൊരുവിധ സെൻസോ കാര്യങ്ങളോ ഇല്ല, അതുകൊണ്ട് ഇത് ഇൻഫേണൽ ചെയ്തതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദെൻ അവർ അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് കയറി അവർ കാണുന്നത് വളരെ കാമായിരിക്കുന്ന ഇൻഫേണലിനെയാണ്. ക്യാപ്റ്റൻ അവിടെയുള്ള ഫാമിലി ഫോട്ടോ നോക്കി, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ താഴ്ത്തി വെക്കുന്നു. ദെൻ ആർദർ താൻ ഈ ഇൻഫേണലിന് ശാന്തി നൽകാമെന്ന് പറയുന്നു. ബട്ട് ഷിൻറക്ക് ഈ ഇൻഫേണലിനെ കൊല്ലാൻ സാധിക്കുന്നില്ല. അവൻ പറയുന്നു, സി, ഇദ്ദേഹം ഒരു ഇൻഫേണൽ ആണെങ്കിലും ഇദ്ദേഹം ഇതുവരെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. മണ്ടത്തരം പറയാതെ, ആ മനുഷ്യൻ ജീവനോടെ കത്തുകയാണ്. നമ്മൾ അദ്ദേഹത്തെ അവരുടെ പെയിനിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ദെൻ ക്യാപ്റ്റൻ ആർദറിനോട് ആ ഇൻഫേണലിനെ ഇല്ലാതാക്കാൻ പറയുന്നു. ആർദർ സിസ്റ്ററോട് പ്രയർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. ദെൻ ആർദർ തന്റെ എക്സ്കാലിബർ ഉപയോഗിച്ച് ആ ഇൻഫേണലിനെ കൊന്നു കളയുന്നു. ദെൻ ക്യാപ്റ്റൻ ഷിൻറയോട് ഇത് പെയിൻഫുൾ ആയിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഷിൻറ അതെ എന്ന് പറയുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ജോലി നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് ഇതിലും ഭയാനകമാണ്. അപ്പൊ വീണ്ടും ആഷസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അവർ നിൽക്കുന്ന ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീകാൻ പോകുന്നു. ഇത് കണ്ട് ക്യാപ്റ്റൻ എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയുന്നു. ഇങ്ങനെ എല്ലാവരും പോകുന്നു. ഷിൻറ നോക്കുമ്പോ ക്യാപ്റ്റൻ ആ ഇൻഫേണലിന്റെ ഫാമിലി ഫോട്ടോ നോക്കുന്നു. ഇത് കണ്ട് ഷിൻറ, ക്യാപ്റ്റൻ നിങ്ങൾ വരുന്നില്ലേ? അപ്പൊ ക്യാപ്റ്റന്റെ ദേഹത്ത് ഒരു വാള് വന്ന് വീകുന്നു. ക്യാപ്റ്റൻ, നിങ്ങൾ ഓക്കെ അല്ലേ? ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് അറിയില്ല, ബട്ട് അത് ആരാണെങ്കിലും അവൻ എന്നെ അറിയില്ല. എന്നെ കൊല്ലണമെങ്കിൽ ഇതിലും ശക്തിയുള്ള എന്തെങ്കിലും വേണം. പുറത്ത് ഈ അപകടമുണ്ടാക്കിയ വ്യക്തി സ്മോക്ക് ചെയ്യുമ്പോൾ ആ സ്മോക്കിൽ ജോക്കർ എന്ന് കാണിക്കുന്നുണ്ട്. ദെൻ അദ്ദേഹം പറയുന്നു, അവർക്ക് എത്ര കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ എല്ലാവരും സേഫ് ആണ്, ആർക്കും കാര്യമായ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ദെൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്ത് ക്യാപ്റ്റൻ ഓബി പോയി സംസാരിക്കുന്നു. നിന്റെ പേര് മിക്കാക്കു എന്നല്ലേ? എന്നിട്ട് അവരുടെ ഫാമിലി ഫോട്ടോ അവൾക്ക് കൊടുക്കുന്നു. നിന്റെ അച്ഛൻ വളരെ ധൈര്യത്തോടെ ആ ഫ്ലെയിംസിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു, ആൻഡ് അദ്ദേഹം അതിൽ വിജയിച്ചു. എനിക്ക് തോന്നുന്നു നിന്റെ പാരന്റ്സ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. സോ അവരുടെ സ്നേഹത്തിൽ വിശ്വസിക്ക്. ഇത് കേട്ട് ആ പെൺകുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ഷിൻറ, സോറി സാർ, എനിക്കിതിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഇത് കേട്ട് ക്യാപ്റ്റൻ ഓബി, ഇതിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ജീവനോടുള്ളവർ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കും. അവിടുന്ന് കട്ട് ചെയ്ത ഷിൻറയും ആർദറും അവരുടെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഷിൻറ പറയുന്നുണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് ഹ്യൂമൻ കമ്പോഷൻ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ഈ സീനോട് കൂടി എപ്പിസോഡ് 2 അവസാനിക്കുന്നു. സോ
വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.